രാജ്യം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ്. നാളെ രാവിലെ 8 മണി മുതലാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ BJP സ്വീകരിക്കുമ്പോൾ പ്രവചനം തള്ളിക്കളയുകയാണ് ഇന്ത്യ മുന്നണി. കിരൺ ബാബു ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കും. കിരൺ, എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ഏതാണ്ട് എല്ലാം NDAക്ക് അനുകൂലമാണ്. പക്ഷേ അപ്പോഴും 295 എന്ന മാന്ത്രിക സംഖ്യയിലാണ് ഇന്ത്യ സഖ്യത്തിന്റെ കണ്ണ്. എന്താണ് വിവരങ്ങൾ? രഞ്ജിത്ത്, 141 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഇന്ത്യ മഹാരാജ്യം അടുത്ത 5 വർഷം ആരാവും ഭരിക്കുക എന്ന് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഒരേപോലെ പ്രതീക്ഷയിലാണ് ഇരു മുന്നണികളും. എന്നാലും വലിയ പ്രതീക്ഷയുള്ളത് ഇപ്പോഴും NDA മുന്നണിക്ക് തന്നെയാണ്. ഇതുവരെ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ NDA മുന്നണിക്ക് ആധികാരികമായ വിജയം ഉറപ്പു നൽകുന്നതാണ്. ഒരു എക്സിറ്റ് പോളിൽ പോലും ഏതെങ്കിലും തരത്തിൽ വിജയത്തിൽ ഭൂരിപക്ഷത്തിൽ ഒരു കുറവുണ്ടാവും എന്നതുപോലും പറയുന്നില്ല. അത് 300 മുതൽ 400 സീറ്റ് വരെ, 400 സീറ്റ് എന്ന നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനമടക്കം മറികടന്നുകൊണ്ടുള്ള വിജയം വരെ അല്ലെങ്കിൽ വിജയം വരെ പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ വലിയ ആത്മവിശ്വാസത്തിലാണ് BJPയും NDAയിലെ കക്ഷികളും. BJPയുടെ ഡൽഹിയിലെ ഓഫീസ് മുതൽ തന്നെ കേരളത്തിലെ ഓഫീസുകളിലടക്കം എല്ലായിടത്തും തന്നെ ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളിലാണ്. മധുരപലഹാരങ്ങൾ വാങ്ങുകയും മറ്റ് ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങളും എല്ലായിടത്തും തുടങ്ങിക്കഴിഞ്ഞു. അത്തരമൊരു ആഘോഷ മൂഡിലേക്ക് NDAയുടെയും BJPയുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ മുതൽ ഏറ്റവും സാധാരണക്കാരായ അണികൾ വരെ എത്തിച്ചേർന്നൊരവസ്ഥയാണ് ഇന്ത്യ ആകമാനമുള്ളത്. നാളെ അവർ ഇനി ആഘോഷത്തിലേക്ക് കടക്കുന്നു. അതിനു മുമ്പ് ഇനി ഫലമറിയണമെന്നുള്ള ഒരു ചെറിയ അല്ലെങ്കിൽ അതിലേതെങ്കിലും തരത്തിൽ ആകാംക്ഷകളില്ലാതെ അതിനപ്പുറത്തേക്ക് വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ മറിച്ച് ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, അത് കോൺഗ്രസിൻ്റെതായാലും തൃണമൂൽ കോൺഗ്രസിൻ്റെതായാലും DMKയുടേതായാലും ഈ നേതാക്കളെല്ലാം തന്നെ കേരളത്തിൽ വരുമ്പോൾ ഇടതു പാർട്ടികളടക്കം എല്ലാവരും തന്നെ ഇതിനെ പൂർണ്ണമായും എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. അത്തരത്തിലേക്ക് ഒരു ഫലം ഇന്ത്യയിൽ ഉണ്ടാവില്ല. 295 എന്നുള്ള സംഖ്യയിലേക്ക് ഇന്ത്യ മുന്നണി എത്തിച്ചേരും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ഇപ്പോഴും പ്രകടിപ്പിക്കുന്നത്. പക്ഷേ ഈ നേതാക്കൾ പ്രകടിപ്പിക്കുന്ന ഈ ആത്മവിശ്വാസം താഴെത്തട്ടിലെ അണികൾക്കില്ല. കോൺഗ്രസ് ഓഫീസുകളിലോ മറ്റു പാർട്ടികൾ, ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടികളുടെ ഓഫീസുകളിലോ ഒന്നും ആ തരത്തിലേക്കുള്ള, തമിഴ്നാട്ടിൽ ഇപ്പോൾ DMKയുടെ ഓഫീസിൽ അങ്ങനെയല്ല. അവിടെ വലിയ ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. അണികളൊക്കെ ഇപ്പോൾ തന്നെ DMK ഓഫീസുകളിൽ എത്തുകയും അത്തരത്തിലേക്കുള്ള ആഘോഷങ്ങളിലുമൊക്കെയാണ് നിൽക്കുന്നത്. പക്ഷേ മറ്റ് പ്രധാനപ്പെട്ട പാർട്ടികളുടെ ഒന്നും ഓഫീസുകളിൽ അത്തരത്തിലേക്കുള്ള ആഘോഷ പരിപാടികളിലേക്ക് അല്ലെങ്കിൽ അണികൾ അത്തരം ഒരു ആത്മവിശ്വാസത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ അപ്പോഴും അവർക്ക് നേതാക്കളുടെ വാക്കുകളിൽ വിശ്വാസമുണ്ട്. ഇന്ത്യ മുന്നണിക്ക് 295 കടക്കാനാവും. അല്ലെങ്കിൽ ഈ എക്സിറ്റ് പോളുകൾ കണ്ടതുപോലെ ഒരു വല്ലാത്ത പരാജയത്തിലേക്ക്, 200-ന് താഴെ എത്തുന്ന ഒരു പരാജയത്തിലേക്ക് ഇന്ത്യ മുന്നണി പോകില്ല എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് ഇവരുടെ എല്ലാം വാക്കുകളിൽ വ്യക്തമാകുന്നത്. ഈ എക്സിറ്റ് പോളുകളെ അവർ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. എന്തായാലും നാളെ രാവിലെ 8 മണിക്ക് തന്നെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയുടെ അന്തിമ വിധിയെഴുത്ത് പുറത്തു വരാൻ തുടങ്ങും. 8 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. 2 മാസത്തോളം നീണ്ട ഒരു വലിയ പ്രക്രിയയായിരുന്നു. ഏപ്രിൽ മാസം ആദ്യം തുടങ്ങി. ഇപ്പോൾ മെയ് മാസം അവസാനം ജൂൺ 4 വരെ നീളുന്നൊരു പ്രക്രിയ. ഏപ്രിൽ 16-നായിരുന്നു ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്നത്. ജൂൺ 1-നായിരുന്നു അവസാന ഘട്ട 7ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്നത്. അങ്ങനെ ഇത്രയും ഘട്ടങ്ങളിലൂടെ നടന്ന അതിവിശാലമായ ഒരു തെരഞ്ഞെടുപ്പിന് എല്ലാ മണ്ഡലങ്ങളിലെയും വോട്ടിന്റെ വിധി അറിയുന്നത് നാളെ തന്നെയാണ്. നാളെ രാവിലെ 8 മണിക്ക് തന്നെ ആദ്യം ബാലറ്റ് പേപ്പർ, പോസ്റ്റൽ ബാലറ്റ് എണ്ണാൻ ആരംഭിക്കും. പോസ്റ്റൽ ബാലറ്റ് എണ്ണാൻ ആരംഭിച്ചാൽ അത് പൂർത്തിയാവാൻ കാത്തു നിൽക്കാതെ 8:30-ക്ക് തന്നെ വോട്ടെണ്ണൽ, ഇലക്ട്രോണിക്സ് മെഷീനിലെ വോട്ടെണ്ണൽ ആരംഭിക്കും. വോട്ടെണ്ണൽ ആരംഭിച്ചാൽ ആദ്യ ഏതാനും 5-10 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആദ്യ ഫലസൂചനകൾ ചിലപ്പോൾ പുറത്തു വരും. എന്തായാലും 8-8:30യോടുകൂടി തന്നെ ഫലസൂചനകളെല്ലാം പുറത്തു വന്നു തുടങ്ങും. പിന്നീട് സാധാരണഗതിയിൽ ഏതെങ്കിലും മുന്നണിക്ക് ഏകപക്ഷീയമായ വിജയമാണെങ്കിൽ 10-11 മണിയോടുകൂടി ആ വിജയം പൂർണ്ണമായും ഇന്ത്യക്ക് നമുക്ക് അറിയാൻ കഴിയും. അതല്ല, ഒരു കിട്ടയുള്ള മത്സരത്തിലേക്കാണ് ഇന്ത്യ നീങ്ങുന്നതെങ്കിൽ സ്വാഭാവികമായും അവസാന ഫലമറിയാൻ കുറച്ചുകൂടി സമയമെടുക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും വലിയ ആവേശത്തിലാണ് BJPയും NDA മുന്നണിയിലെ മറ്റു പാർട്ടികളും BJP അനുകൂലിക്കുന്നവരുമെല്ലാം രാജ്യമാകമാനം. പക്ഷേ ഇന്ത്യ മുന്നണിയിലെ ആളുകൾ അല്ലെങ്കിൽ നേതാക്കൾ ഇപ്പോഴും പ്രതീക്ഷ കൈവിടാതെ ഒരു വിജയമുണ്ടാകും എന്നുള്ള പ്രതീക്ഷ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. കിരൺ ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും രാജ്യത്ത് വലിയ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനത്തിന്, ഫലസൂചനകൾക്ക് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. സംസ്ഥാനത്ത് 2020 അടിക്കുമെന്ന് UDF ആവർത്തിക്കുമ്പോൾ 10-ന് മുകളിൽ സീറ്റിലാണ് LDFിൻ്റെ കണക്കുകൂട്ടൽ. തിരുവനന്തപുരത്തും തൃശ്ശൂരുമാണ് BJPയുടെ പ്രതീക്ഷ. ജയം ഉറപ്പെന്ന് ആവർത്തിക്കുമ്പോഴും അടിയൊഴുക്കുകളിലാണ് മുന്നണികളുടെ ആശങ്ക. VV അരുൺ തയ്യാറാക്കിയ റിപ്പോർട്ട്.
വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴും മുന്നണികളുടെ അവകാശവാദത്തിന് ഒരു കുറവുമില്ല. എന്നാൽ ആശങ്കയും അതുപോലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ആശങ്കയും മുന്നണികൾക്ക് സമ്മാനിക്കുകയാണ്. 18 സീറ്റ് വരെ ഉറപ്പായി ലഭിക്കുമെന്ന് പറയുന്ന UDF 20 സീറ്റ് വരെ നേടി ക്ലീൻ സ്വീപ്പിലേക്ക് പോകുമെന്ന ആത്മവിശ്വാസം ഈ ഘട്ടത്തിലും പ്രകടിപ്പിക്കുന്നുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങൾ അവർക്ക് തള്ളാനും കൊള്ളാനും കഴിയാത്ത സാഹചര്യവുമാണ്. കാരണം കേരളത്തിൽ വലിയ മുന്നേറ്റം UDF ഉണ്ടാകും എക്സിറ്റ് പോൾ പറയുമ്പോൾ ദേശീയതലത്തിൽ അത് വലിയ തിരിച്ചടിയാണ് UDF-ന്റെ അല്ലെങ്കിൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിക്ക് പ്രവചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എക്സിറ്റ് പോളുകളെ ആ രീതിയിൽ തള്ളാനും കൊള്ളാനും കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല. എങ്കിലും സംസ്ഥാനത്തെ എക്സിറ്റ് പോളുകൾ വലിയ ആശ്വാസമാണ് അവർക്ക്, വലിയ പ്രതീക്ഷയാണ് അവർക്ക് നൽകുന്നത്. 18 മുതൽ 20 സീറ്റ് വരെ എന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. ഏറ്റവും ചുരുങ്ങിയത് 18 സീറ്റ് ലഭിക്കുമെന്നാണ് അവർ ഇപ്പോഴും നേതാക്കൾ സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്നത്. ഏതായാലും വലിയ പ്രതീക്ഷ കേരളത്തിലെ UDF മുന്നണിക്ക് ഈ എക്സിറ്റ് പോളുകൾ ഉണ്ട് എന്നത് വസ്തുതയാണ്. എന്നാൽ ഇടതുമുന്നണി നേതൃത്വം പൂർണ്ണമായും തള്ളിക്കളയുകയാണ് എക്സിറ്റ് പോളുകളെ. അതിന് കാരണം ഏത് വിപരീത സാഹചര്യത്തിലും അവർ 6 സീറ്റ് വരെ വിജയിക്കും, ഏറ്റവും ചുരുങ്ങിയ 4 സീറ്റ് വിജയിക്കുമെന്ന് അവർ കണക്കുകൂട്ടുന്നു. 10 സീറ്റിന് മുകളിൽ, അതായത് സംസ്ഥാനത്തെ 20 സീറ്റുകളിൽ ഭൂരിപക്ഷ സീറ്റുകൾ 11 സീറ്റെങ്കിലും മിനിമം കിട്ടുമെന്നാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഔദ്യോഗിക നിലപാട്. അതുവരെ പോയില്ലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് 6 സീറ്റുകൾ വരെ ഏത് വിപരീത രാഷ്ട്രീയ സാഹചര്യങ്ങളിലും ആറ്റിങ്ങലും ആലത്തൂരും വിജയിക്കുമെന്ന് കണക്കുകൂട്ടുന്നു, ഉറപ്പിക്കുന്നു. കാസർഗോഡ് വിജയസാധ്യത അവർ കാണുന്നു. പാലക്കാടും കണ്ണൂരിലും ജയിക്കാം. വടകരയിൽ അവസാനഘട്ടം ചെറിയ വോട്ടിനെങ്കിലും ജയിക്കുമെന്നവർ സ്വപ്നം കാണുന്നു. മാവേലിക്കരയാണ് ഇടതുമുന്നണി വിജയം ഉറപ്പിക്കുന്ന മറ്റൊരു മണ്ഡലം. തൃശൂരും ചെറിയ വോട്ടിനെങ്കിലും ജയിക്കുമെന്നവർ കണക്കൂട്ടുന്നു. അങ്ങനെ ഏറ്റവും ചുരുങ്ങിയത് 4 മുതൽ 6 വരെ സീറ്റുകൾ ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് താഴേക്ക് പോകില്ല. ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് CP നേതാക്കളും സമ്മതിക്കുന്നുണ്ട്. എങ്കിലും അത് വലിയ രീതിയിൽ തിരിച്ചടിയാകില്ല. ആ എല്ലാ എതിർവികാരങ്ങളും മറികടന്നുകൊണ്ട് 4 മുതൽ 6 സീറ്റ് വരെ വിജയമാണ് ഈ അവസാന മണിക്കൂറുകളിൽ ഇടതു നേതൃത്വം കണക്കുകൂട്ടുന്നത്. BJP-ക്ക് വലിയ പ്രതീക്ഷയാണ് എക്സിറ്റ് പോളുകൾ നൽകുന്നത്. അതിന് കാരണം അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ തിരുവനന്തപുരമായിരുന്നു. അത് കഴിഞ്ഞാൽ തൃശ്ശൂരും. അതിനപ്പുറത്തേക്ക് 4 സീറ്റുകൾ വരെ വിജയിക്കാമെന്ന ചില എക്സിറ്റ് പോൾ ഫലങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് BJP നേതാക്കൾ കാണുന്നത്. തൃശ്ശൂരിൽ വിജയസാധ്യത ഇപ്പോഴും പറയുന്നു. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയം ഉറപ്പിക്കുന്നുവെന്നും അവർ അവകാശപ്പെടുന്നു. ആറ്റിങ്ങലാണ് BJP പ്രതീക്ഷ അർപ്പിക്കുന്ന മറ്റൊരു മണ്ഡലം. പത്തനംതിട്ടയിലെ ചില എക്സിറ്റ് പോൾ ഫലങ്ങളും അവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. എങ്കിലും ഒരു കൃത്യമായ കണക്കുകൂട്ടൽ അല്ലെങ്കിൽ കൃത്യമായ വിശകലനം എത്ര സീറ്റ് ലഭിക്കുമെന്ന് കൃത്യമായി പറയാൻ ഒരു മുന്നണിക്കും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. വോട്ടിംഗ് ശതമാനത്തിലെ ഏറ്റക്കുറച്ചിൽ തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. ഏതായാലും അവസാന മണിക്കൂറുകളിലും രാഷ്ട്രീയ കേരളം വളരെ പ്രത്യാശയോടെ നോക്കിക്കാണുകയാണ് നാളത്തെ വോട്ടെണ്ണൽ. ഒരു മുന്നണിക്കും കൃത്യമായി വലിയ വിജയം ഉറപ്പ് പറയാൻ, നിങ്ങൾക്ക് വിജയമുണ്ടാകുമെന്ന് ഉറപ്പ് പറയാൻ ഈ അവസാനവട്ട മണിക്കൂറുകളിലും കഴിയാത്തത്ര അനിശ്ചിതത്വം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. VV അരുൺ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. മറ്റൊരു വാർത്തയിലേക്ക്. ഇതുമായി ബന്ധപ്പെടുന്ന രാജ്യത്ത് ഏറ്റവും കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 64.2 കോടി ആളുകൾ ഇത്തവണ വോട്ട് ചെയ്തു. ഇതിൽ 31.2 കോടി വനിതകൾ വോട്ട് രേഖപ്പെടുത്തിയെന്നും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നുവെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. അതേസമയം കമ്മീഷന്റെ മുന്നിലെത്തിയ പരാതികളിൽ പക്ഷപാതം കാണിച്ചിട്ടില്ലെന്നും പദവി നോക്കാതെ നടപടി സ്വീകരിച്ചുവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. We have created a world record of 642 million proud Indian voters. This is a historic moment for all of us, for the nation as a whole. 642 ever, anywhere in the world, in any of the electoral exercise. That's what is the number of voters. And this is, just to give you some small statistics, this is 1.5 times of the voters of all G7 countries. US, UK, France, Germany, Italy, Japan, Canada, all put together. We are comparing voters, not electors. And it is 2.5 times of the voters of 27 countries in the EU. That has been the incredible power of the voters of India. Let's see what happened next. There are 312 million proud women voters. This is also the highest ever in the world. വോട്ടെണ്ണൽ ദിനത്തിൽ വടകരയിൽ അധിക സേനയെ വിന്യസിക്കുമെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. വിജയിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ആഹ്ലാദ പ്രകടനം നടത്താൻ മുൻകൂർ അനുമതി തേടണം. സ്ഥാനാർത്ഥിക്ക് ഒഴികെ വാഹനജാഥയ്ക്ക് മറ്റാർക്കും അനുമതിയില്ല. വിജയാഹ്ലാദം 7 മണിക്ക് അവസാനിപ്പിക്കണമെന്നും ധാരണയായി.